55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും സന്തോഷമുള്ള അവാർഡ് മികച്ച നടിയായി ഷംല ഹംസയെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഷംലയ്ക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ജംഷീർ കൊടിഞ്ഞുണ്ട്. ജംഷീർ, എങ്ങനെയാണ് ഷംല സന്തോഷം നമ്മളോട് പങ്കുവയ്ക്കുന്നത്? ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രം അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട IFFKയിലും അതിനുശേഷവും വളരെ രാജ്യാന്തര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ്. ആ ചിത്രത്തിന് അവാർഡ്, മികച്ച നടിക്കുള്ള അവാർഡ് നേടിയിരിക്കുന്നു ഷംലയാണ് ഇന്നത്തെ താരം എന്ന് വേണം പറയാൻ. ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ, നവാഗത സംവിധായകന്റെ അവാർഡ് ഫാസിൽ മുഹമ്മദ് നേടിയിരിക്കുന്നു. അത്തരത്തിൽ വലിയ അവാർഡുകൾ നേടിയെടുക്കാൻ ആ ചിത്രത്തിന് സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് ആ ചിത്രം മുന്നോട്ട് വെച്ച ആശയം അതേറെ ചർച്ച ചെയ്യപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. പിന്നീട് അത് കഴിഞ്ഞ മാസം തിയേറ്ററിലെത്തിയപ്പോഴും വലിയ ചർച്ചയായ ചിത്രമാണ്. അതിലെ പെർഫോമൻസിന് അത് ഷംല നേടിയെടുത്തു എന്ന് തന്നെ പറയണം. ഷംല നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജംഷീർ ഉണ്ട് അവിടെ. ജംഷീർ, ഷംലയോട് ചോദിച്ചോളൂ, എങ്ങനെയാണ് സന്തോഷം നമ്മളോട് പങ്കുവയ്ക്കുന്നത്? ഷംല കേൾക്കാമോ? എല്ലാ ആശംസകൾ നേരുന്നു. ഒരുപാട് സന്തോഷം. ആ ചിത്രം കണ്ടിട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന അവാർഡാണ്, അത് എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് സന്തോഷം മീഡിയ വണ്ണോട് പങ്കുവയ്ക്കുന്നത്? ഒരുപാട് സന്തോഷം. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എനിക്ക് ഇത്രയും വലിയൊരു അവാർഡ് കിട്ടുമെന്നുള്ളത്. കിട്ടിയത് ഭയങ്കര അത്ഭുതമാണ്, സന്തോഷം. ആൻഡ് എന്നെ ഈ ഒരു അവാർഡ് തെരഞ്ഞെടുത്ത ജൂറി മെമ്പേഴ്സിനോടും എല്ലാവരോടും ഒരുപാട് നന്ദി. ഇതെല്ലാം നമ്മൾക്ക് ഒരു വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ആക്ടേഴ്സിന് ഇതൊക്കെ ഒരു വലിയ ബഹുമതിയാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. ഫാസിൽ ഡയറക്ടറെ വിളിച്ച് സംസാരിച്ചിരുന്നോ? ഇല്ല, സംസാരിച്ചിട്ടില്ല. ഇനി വിളിക്കണം. ഇതിന്റെ റിവ്യൂ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് നേരത്തെ തന്നെ ഈ ചിത്രത്തിനെ കുറിച്ച് അറിയാം. അതായത് എല്ലാവരും ആ IFFK കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് പോരുമ്പോൾ ഒരു കഥാപാത്രം കൂടി സ്ക്രീനിൽ നിന്ന് ഇറങ്ങി ആളുകളുടെ കൂടെ പോയി എന്നുവരെ പറയിപ്പിച്ച കഥാപാത്രമാണ്. അങ്ങനെ പേരെടുത്ത ചിത്രമാണ്. അപ്പം പ്രതീക്ഷിച്ചിരുന്നോ? എന്തെങ്കിലും പ്രതീക്ഷ സിനിമയിൽ ഏതൊക്കെ വിഭാഗത്തിൽ ഉണ്ടാകുമെന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ടായിരുന്നോ? നല്ല സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ IFFKയ്ക്കും അത് കഴിഞ്ഞ് നമ്മുടെ തിയേറ്റർ റിലീസായപ്പോഴും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു സിനിമയാണ്. അതുപോലെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയതിലും ഒരുപാട് സന്തോഷം. ആൻഡ് ഞങ്ങൾക്കും, എനിക്കും ഫാസിലിനും കിട്ടിയ അവാർഡും ഞങ്ങളുടെ സിനിമയ്ക്കായിട്ട് തന്നെയാണ്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്റെ അവാർഡ് ഞാൻ മത്സരിച്ച ആളുകളെയൊക്കെ കൂടെ നോക്കുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് സന്തോഷം. ഇതൊരു ചരിത്രം സൃഷ്ടിക്കൽ കൂടിയാണ്. നമുക്കറിയാം, ചെറിയ ബജറ്റിൽ ഒരു സിനിമ എത്തുന്നു, അത് ഏറെ പ്രശംസ നേടുന്നു. ആ മേളയിൽ തന്നെ അത് 5ഓളം പുരസ്കാരങ്ങൾ നേടുന്നു. അതിനുശേഷം സ്റ്റേറ്റ് അവാർഡിൽ നിരന്തരം നമ്മൾ ഈ പേരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് തന്നെ വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ടീമിനെ സംബന്ധിച്ച് അത് വലിയ സന്തോഷം ആയിരിക്കും. ഇതിനപ്പുറമുള്ള സന്തോഷമായിരിക്കും എന്നറിയാം. യെസ്, ഇനി എന്താണ് ഷംല, അടുത്ത പ്രൊജക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇല്ല, സിനിമ കമ്മിറ്റ് ചെയ്തിട്ടില്ല. നല്ല സിനിമകൾ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ആൻഡ് ഇതെല്ലാം നല്ല ക്യാരക്ടേഴ്സ്, നല്ല കഥകളെല്ലാം വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും. അതാണ് ആഗ്രഹം. ഓക്കെ, ഫാമിലി എങ്ങനെയാണ് ആ സന്തോഷം ആഘോഷിക്കുന്നത്? നല്ല ഹാപ്പിയാണ്. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്, ഹാപ്പിയാണ്. ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു ഷംല. തിരക്കാണെന്ന് അറിയാം. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ഇത്രയും സമയം തന്നതിന് താങ്ക് യു. എല്ലാ ആശംസകളും നേരുന്നു. ഇനിയുള്ള സിനിമകളും ഇതുപോലെ തന്നെ അത്രയും സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഷംല ഹംസയാണ് സംസാരിച്ചത്. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രം നമുക്കറിയാം IFFKയിൽ എത്രത്തോളം അത് ശ്രദ്ധ നേടിയതാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം തിയേറ്ററുകളിൽ എത്തിയപ്പോഴും അതേറെ ശ്രദ്ധ പിടിച്ചുപറ്റി. അത് നടന്നത് പൊന്നാനിയിലെ ഒരു കഥയാണ്. അവിടുത്തെ ഒരു ഇടത്തരം മുസ്ലിം ഫാമിലിയിലെ കഥയാണ് ആ ചിത്രം പറഞ്ഞിരുന്നത്. പക്ഷേ കേരളത്തിലെ മുഴുവൻ വീടുകളിലെയും കഥ പോലെ നമ്മൾ കേൾക്കാൻ സാധിച്ചിരുന്ന ഒരു ചിത്രം കൂടിയാണ് അത്. പലരും തിയേറ്ററിൽ റിലീസ് ആവശ്യപ്പെട്ടിരുന്ന ഒരു സിനിമ സമീപകാലത്ത് ഫെമിനിച്ചി ഫാത്തിമയായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്
IFFKയിൽ പ്രദർശിപ്പിച്ചപ്പോഴും അത്രയധികം തിരക്കായിരുന്നു ആ ചിത്രത്തിന് ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായത് എന്നുള്ളതാണ്. 5ഓളം പുരസ്കാരങ്ങൾ ആ IFFKയ്ക്ക് തന്നെ നേടിയെടുത്ത ചിത്രമാണ്. അത് പിന്നീട് തിയേറ്ററിൽ വന്നപ്പോഴും വലിയ ചർച്ചയായി. നിറയെ ആളുകൾ ഉള്ള തിയേറ്ററുകളിലേക്ക് ആ ചിത്രം എത്തുകയും വീണ്ടും അതൊരു വലിയ ചർച്ചയാവുകയും വീണ്ടും പ്രശംസകൾ ഏറ്റുവാങ്ങുകയും ചെയ്തൊരു ചിത്രമാണ് കേരള സംസ്ഥാനം ചലച്ചിത്ര അവാർഡിന് പരിഗണിച്ചത്. അതിൽ 3ഓളം അവാർഡ് നേടുക എന്ന് പറയുമ്പോൾ ആ ചിത്രത്തെ സംബന്ധിച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ട നവാഗത സംവിധായകനായി അതിന്റെ സംവിധായകനെ തെരഞ്ഞെടുക്കുന്നു. മാത്രവുമല്ല മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അതിലെ നായികയെ തേടിയെത്തുന്നു എന്നുള്ളതാണ്. ചെറിയ ബജറ്റിൽ ഉണ്ടായിരുന്ന ഒരു വലിയ സിനിമ അത്രയേറെ അവാർഡ് നേടുന്നു. അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് നമുക്കറിയാം രാജ്യം മുഴുവൻ കൊണ്ടാടിയ ചിത്രമാണ്. വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റം നൽകാൻ ഉദ്ദേശിച്ചിരുന്ന സിനിമയാണ്. പല രീതിയിൽ പല സ്ഥലങ്ങളിൽ വലിയ അഭിപ്രായങ്ങൾ അവാർഡുകളൊക്കെ നേടിയ ചിത്രമാണ്. ആ രീതിയിൽ അത് ആഘോഷിച്ചിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ എന്നുള്ളതാണ്. അത്രയധികം ആഘോഷിച്ച ഒരു ചിത്രത്തിന് 10ഓളം അവാർഡുകൾ ഇത്തവണ ലഭിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് മികച്ച സംവിധായകൻ എന്നുള്ളതാണ്. അത് നേടിയിരിക്കുന്നു. കലാസംവിധാനം, സംഗീതം, ഈ മേഖലകളിലെല്ലാം ചിദംബരത്തിന് ഉൾപ്പെടെ വേടൻ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് വ്യക്തിപരമായ അവാർഡുകൾ പോലും നേടിയിരിക്കുന്നു മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ളതാണ്.